ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ഹെയറിൻ്റെ തന്നെയാണ്. ഹെയറിനെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല, നമ്മുടെ തലയിൽ പുതിയൊരു ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു എണ്ണ കാച്ചാനായിട്ടാണ്. അതായത് വേറൊന്നുമല്ല, അലോവേര വെച്ചിട്ടാണ് ഞാൻ ആ എണ്ണ കാച്ചാൻ പോകുന്നത്. വെളിച്ചെണ്ണ കേട്ടോ, നല്ല പ്യൂർ വെളിച്ചെണ്ണ. അപ്പോൾ ഒരു 3-4 തണ്ട് അലോവേര വെച്ചിട്ടാണ്, അലോവേര ഒറ്റ പിടി കറിവേപ്പില മാത്രം അത് തന്നെ വെച്ചിട്ടാണ് ഞാനൊരു വെളിച്ചെണ്ണ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് നിങ്ങളെല്ലാവരും വന്നോളൂ. അത് ഒരു അടിപൊളി, നമുക്ക് എപ്പോഴും നമ്മുടെ തലയുടെ സ്കിന്നിനൊക്കെ നല്ലൊരു സംരക്ഷണമാണ് അത്. നമ്മുടെ കറുവാഴത്തണ്ട്. അപ്പോൾ ഈ കറുവാഴത്തണ്ട് നമുക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കറിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വെളിച്ചെണ്ണ ഞാൻ ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പ്യൂർ കറ്റാർ വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് പോണതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ വീടുകളിൽ കറ്റാർവാഴത്തണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങളിത് ഉണ്ടാക്കി നോക്കിക്കോളാം. ഒരു ബുദ്ധിമുട്ടുമില്ല ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത്രയും കറ്റാർവാഴത്തണ്ടാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇതാണ് നമ്മൾ കറ്റാർവാഴത്തണ്ടിൻ്റെ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകാനുള്ള കറ്റാർവാഴത്തണ്ട്. അത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ജെല്ലുള്ള കറ്റാർവാഴ കേട്ടോ, കണ്ട അത് നല്ല ജലാംശമൊക്കെ ഉള്ളതാണ്. അപ്പോൾ നല്ല തണ്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങളുടെ മുടിയൊക്കെ ഊരിപ്പോണ്ട് പൊട്ടിപ്പോണ്ട് കണ്ട നല്ല ജെല്ലുള്ള കറ്റാർവാഴ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ തലമുടി ടപ്പെന്ന് വെച്ചിട്ട് ഊരിപ്പോണ ഒരു തലമുടിയാണെങ്കിൽ ഊരിൽ നിൽക്കും, തല ഊരിപ്പോണ നിൽക്കും ഈ ഒരു എണ്ണ കാച്ചി തേച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയായിട്ട് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ആർക്കും ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ തൊലി കളഞ്ഞിട്ട് ജെല്ല് തന്നെയായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ തൊലി കളഞ്ഞൊന്നുമില്ല. അപ്പോൾ ഈ വെളിച്ചെണ്ണ കണ്ടാൽ മനസ്സിലാവില്ലേ, കണ്ട ജെല്ല് നല്ല ജെല്ലുള്ളതാണ്. ഇതെനിക്കൊരു എൻ്റെ വീട്ടിലത്തൊക്കെ പോയി ഇപ്പം നാളെ മുറിക്കാതെ ഇതെനിക്കൊരു ടീച്ചർ തന്നതാണ് ഈ കറ്റാർവാഴ. അവരുടെ വീട്ടിൽ കുറേ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് തൈയും തന്നിട്ടുണ്ട് കറ്റാർവാഴ തൈ വയ്ക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ഞാൻ കുഴിച്ചിടാൻ പോകുന്നുണ്ട്. ഇത്രയ്ക്കാണ് കറ്റാർവാഴ. അതുപോലെ തന്നെ ഇത്ര ഒരു പിടി കറിവേപ്പില ഉണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുറിച്ചിട്ട് അരയ്ക്കുന്നത് വേഗം അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലെങ്കിൽ നമുക്കിത് അങ്ങനെയായിട്ട് കൂട്ടിയിടാമല്ലോ. പക്ഷെ അത് മുറിച്ചിട്ട് അരച്ചാലാണ് വേഗം അറിയുള്ളൂ. കറിവേപ്പില നന്നായി കഴുകിയിട്ട്, ഇത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കറിവേപ്പില കേട്ടോ, പുറത്തുനിന്ന് മേടിക്കുന്നതല്ല. പുറത്തുനിന്ന് മേടിക്കുന്നതാകുമ്പോൾ അതിൽ മരുന്നൊക്കെ അടിച്ചിട്ടുള്ള കറിവേപ്പില ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നന്നായി മഞ്ഞവെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. അത് നമ്മുടെ വീട്ടിൽ നിൽക്കണമെന്ന് പൊട്ടിച്ചത് കൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. വല്ല പാറ്റിയോ പൊടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കളഞ്ഞ് വെറുതെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടുക്കളയിലേക്ക് ആവശ്യത്തിന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിൽ ഞാൻ ഒരു കൂട്ടം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇത്രയ്ക്കും ചുവന്നുള്ളി, ഒരു 5-6 പീസ് ചുവന്നുള്ളി, അതൊന്ന് തൊലി കളഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയുള്ളി. അപ്പോൾ ഈ ചെറിയുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരയ്ക്കാനായിട്ട്. ഇതൊന്ന് വെറുതെ ഒന്ന് കഴുകിയെടുക്കാം. ചെറിയുള്ളിയിലും മണ്ണിൽ നിന്ന് പറിക്കുന്നതല്ലേ, അഴുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് അതിലേക്ക് മുറിച്ചിടാം. അപ്പോൾ നമ്മുടെ കറ്റാർവാഴയും കറിവേപ്പിലയും ഉള്ളിയൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ.
ഇതുപോലെ ആയിട്ട് ഇത് നമുക്കിനി നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്ന ഒരു നല്ല കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഏത് ചട്ടിയായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിത് സാധാരണ എണ്ണ കൂട്ടാനും വെളിച്ചെണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നതാണ്, കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഉള്ളെങ്കിൽ. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ജ്യൂസ് എത്രയുണ്ടോ അത്ര തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടാ, കൂടുതൽ ഒഴിക്കേണ്ട. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് പോരാൻ വേണ്ടിയിട്ടാട്ടാ. പിന്നെ നമ്മുടെ ജ്യൂസിൻ്റെ കണക്കും അറിയാമല്ലോ. ഇപ്പം ഞാൻ ആ ജാറിലേക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഒഴിക്കുന്നത്. നല്ല പ്യുവർ വെളിച്ചെണ്ണ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് അടിച്ച ജ്യൂസ് കൂടെ ഞാൻ അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയും ജ്യൂസും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സായിന്ന് ഉറപ്പ് പറ്റിയതിന് ശേഷം നമുക്ക് അത് അടുപ്പുമ്മ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വയ്ക്കട്ടെ. ഞാൻ കുറച്ചേ കാച്ചുള്ളൂ, അതായത് 2-3 തണ്ടൊക്കെ നമ്മുടെ കറ്റാർവാഴ ഉണ്ടായിരുന്നു, അതുപോലെ ഒരു പിടി വേപ്പില. അപ്പോൾ അതനുസരിച്ചുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്, അതേ അളവ് തന്നെ. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് കാച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റവ് ഇതേ കത്തിക്കാൻ പോകാം. നമ്മുടെ വെളിച്ചെണ്ണയും കറ്റാർവാഴയും കറിവേപ്പിലയും ചുവന്നുള്ളി, ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇത് കാച്ചണത്. അപ്പോൾ ഇതൊന്ന് നന്നായി തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് കുറച്ചിടാം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ അവിടെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുറച്ചിടാം. ഒറ്റയടിക്ക് മൊരിച്ച് വേവിക്കാൻ പാടില്ല, കുറേ സമയം കിടന്നിട്ട് വേണം ഇത് വറ്റണമെങ്കിൽ, എന്നാലേ നമുക്കിതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റവ് കുറച്ചിടാം കേട്ടോ. കുറച്ചിട്ട് കുറേ നേരം കിടക്കും. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ഏതാണ്ട് പാകമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട് സമയം. ഇപ്പോൾ കുറേ 1 മണിക്കൂറിൽ മേലെ ഞാനിത് വെച്ചിട്ടായിട്ടുണ്ട്. ഇനി ഉണ്ട് മൊരിയാനായിട്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ പാകമായിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. നല്ല പച്ച കളറിലാണ് നമ്മുടെ വെളിച്ചെണ്ണ കിട്ടിയത്. ഒരുവിധം മൊരിച്ചിലായിട്ടുണ്ട്. മണൽ പാകം എന്ന് പറയാം. മണൽത്തരിയുടെ പാകം പോലെ ആവണം. പിടിക്കുമ്പോൾ മണൽത്തരി പിടിക്കുന്ന പോലെ ആവണം ഈ നമ്മുടെ ഇതിലത്തെ. ഇപ്പം അതുപോലെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓഫ് ചെയ്തിടാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇത് മൊരിഞ്ഞു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്കൊരു വഴിയും കൂടി ഉണ്ട്. ഈ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മരുന്ന് പാകമായി എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ വേപ്പിലൊക്കെ ശരിക്കും ഇത് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ കറി കാച്ചുമ്പോഴേക്കും ഇടില്ല, താളിക്കുമ്പോൾ ഒക്കെ. അപ്പോൾ പൊട്ടില്ല, അതേപോലെ പൊട്ടിയിട്ടുണ്ട് വേപ്പില. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണയിലുള്ള ഈ വേസ്റ്റൊക്കെ ഞാൻ വാരി എടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ വേസ്റ്റൊക്കെ വാരി എടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ട് വേസ്റ്റ്. നമുക്ക് ബാക്കി കൂടി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ. ചെറിയ കണ്ണിയുള്ള അരിപ്പാണ് നല്ലത്, അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടായാലും നമുക്കത് അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഫുള്ളായിട്ട് ഞാൻ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു പച്ച കളറാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വെളിച്ചെണ്ണയുടെ കളറൊരു പച്ച കളറാണ് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കേണ്ടതൊക്കെ
ഞങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഞാനിതിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഒരു 250 വെളിച്ചെണ്ണ ഉണ്ടാക്കി. പക്ഷെ നമുക്ക് അത്രയും വെളിച്ചെണ്ണ കിട്ടില്ല കാച്ചി വരുമ്പോൾ. അപ്പോൾ അത് കുറച്ചൊക്കെ വറ്റി പോവും. അപ്പോൾ അത് നമ്മുടെ അലവോര വെളിച്ചെണ്ണ ഉണ്ടാക്കി നോക്കണം ഞാൻ. ശരിക്കും മെയിൻ സംഭവം അലവോരയാണ്, കറ്റാർവാഴയാണ്. കറ്റാർവാഴ വെളിച്ചെണ്ണ എന്ന് പറയാം അതിന്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നിങ്ങൾക്ക് വീടുകളൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കൂട്ടാണ്. ഏത് പ്രായക്കാർക്കും ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കും പറ്റും, വലിയവർക്കും പറ്റും. 8 വയസ്സ് മുതൽ എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ തലയിലെ മുടികളൊക്കെ ഊരിപ്പോയവർക്കൊക്കെ പുതിയ മുടി കിളിർക്കാനും, അതുപോലെ നല്ല കട്ടിയിൽ മുടി വളരാനും, മുടി നല്ല ഗ്ലേസിങ്ങിനും എല്ലാത്തിനും നല്ല ഒരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഫുള്ളായിട്ടും ഇത് കാണാം, ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാനിതൊരു തുള്ളി ഇതിങ്ങനെ കൈൻ്റെ അടിയിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ മെയിൻ. ഇത്രയും വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് 2 കൈയിലും നന്നായി ഇങ്ങനെ നന്നായി തിരുമ്പിയിട്ട് നമ്മുടെ തലയിൽ നന്നായി, തലയോട്ടിയിലൊക്കെ നന്നായി പുരട്ടി കൊടുക്കുക. മുടി ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിലൊക്കെ നന്നായി പുരട്ടി കൊടുത്താലാണ് മുടി നന്നായി വളരാനും, അതുപോലെ നരയ്ക്കാതിരിക്കാനും, പിന്നെ താരം പോവാനും എല്ലാത്തിനും അങ്ങനെ ചെയ്യണം. തലയിൽ മൊത്തമായിട്ട് പറ്റണം. അത് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം തലയിൽ. അങ്ങനെ അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.